നിഖിൽ, ഈ കുറ്റകൃത്യം നടത്തിയ പ്രദേശം, ആ വീട്, അയാളുടെ വീട്, ഫോൺ ഉപേക്ഷിച്ച സ്ഥലം, അയാൾ രക്ഷപ്പെട്ട വഴി, ഇതിലൂടെയൊക്കെ അയാൾ സഞ്ചരിക്കുമ്പോൾ അയാളുടെ മുഖത്ത് ഏതെങ്കിലും ഒരു പശ്ചാത്താപമോ സങ്കോചമോ ഒന്നും ഉണ്ടായില്ല. അയാൾ ചെയ്ത ആ കൊടും കുറ്റകൃത്യത്തെ പറ്റി അയാൾ ഈ പോലീസിനോട് വിശദീകരിക്കുന്നുണ്ട്, ഒട്ടും പ്രയാസമോ ബുദ്ധിമുട്ടോ ഒന്നുമില്ലാതെ. അപ്പോൾ ആ നടപടിക്രമങ്ങളാകെ പൂർത്തിയാക്കിയല്ലോ അല്ലേ? തെളിവെടുപ്പിന് വേണ്ടി ബോയൻ നഗറിലേക്ക് പ്രതിയെ എത്തിക്കുമ്പോൾ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് അവർ കരുതിയിരുന്നു. പ്രദേശവാസികളായിട്ടുള്ള ആളുകളും നാട്ടുകാരും എല്ലാം ഒരുപക്ഷെ തമ്പടിച്ച് ഇവിടേക്ക് എത്തിയേക്കാം എന്നുള്ള ആശങ്കകളൊക്കെ പോലീസിന് മുന്നിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആ ആശങ്ക പൂർണ്ണമായി നീങ്ങുന്നതാണ് ഏതാണ്ട് 3/4 മണിക്കൂർ നീണ്ടുനിന്ന തെളിവെടുപ്പ് പൂർത്തിയാകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഞാനുള്ള ഈ പാതയിലൂടെ പ്രതിയെ ഈ ബോയൻ നഗറിനകത്തേക്ക് കൊണ്ടുവരുന്നു. പോലീസിന്റെ രണ്ടാമത് എത്തിച്ച ജീപ്പിലാണ് പ്രതി ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഒരു ഭാവഭേദവും ഇല്ലാതെ ഈ പ്രതി തൻ്റെ വീടിന് സമീപത്തേക്ക്, അതായത് താൻ ഒരുപാട് നാൾ കഴിഞ്ഞ് തൻ്റെ വീടിന്റെ സമീപത്തേക്ക് എത്തുകയാണ്. അവിടെ വെച്ച് ആദ്യം സുധാകരന്റെ മൃതദേഹം കിടന്നിടത്ത്, അതായത് സുധാകരനെ കൊലപ്പെടുത്തിയ ഇടത്താണ് പ്രതിയെ ആദ്യം തന്നെ എത്തിച്ചത്. അവിടെ എത്തിച്ച് എങ്ങനെയായിരുന്നു കൊലപാതകം നിർവഹിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രതിയിൽ നിന്ന് ചോദിച്ചറിഞ്ഞു. പ്രതി മുന്നോട്ട് വെച്ചൊരു പ്രതിരോധം ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ. അതായത് താൻ ഈ കൊടുവാളുമായി തൻ്റെ പറമ്പിലേക്ക് പോകുന്നതിനിടെ അബദ്ധവശാൽ ഈ സുധാകരന്റെ കഴുത്തിന് താഴെ, ഹെൽമെറ്റിന് താഴെയായി തൻ്റെ ഈ കൊടുവാൾ കൊണ്ടു എന്നുള്ളൊരു പ്രതിരോധം പ്രതി മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ അതടക്കം പൊളിക്കുന്ന തരത്തിൽ കൃത്യമായ വിവരങ്ങൾ പോലീസ് അവിടെ വെച്ച് ചോദിച്ച് മനസ്സിലാക്കുന്നു. അതായത് പ്രതി ആദ്യം പറഞ്ഞത് സുധാകരൻ ഈ സ്കൂട്ടറിൽ ഹെൽമെറ്റ് വിട്ടു എന്ന സുധാകരൻ തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. എന്നാൽ അതൊക്കെ പൊളിക്കുന്ന തരത്തിലുള്ള വാദങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ചിന്താമണിയുടെ വസതിക്കുള്ളിലേക്കാണ് പോലീസ് കടന്നത്. അവിടെയാണ് ഇയാൾ ഈ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്നത്. അവിടെ വെച്ച് രാഗി മിനുക്കി ഈ ആയുധം പിന്നീട് തൻ്റെ വീടിൻ്റെ തന്നെ മുറ്റത്തുള്ള ശീമക്കൊന്നമേൽ മുറിച്ചു നോക്കി അതിന് നല്ല മൂർച്ചയുണ്ടെന്ന് ഉറപ്പുവരുത്തിയതൊക്കെ അവിടെ വെച്ചായിരുന്നു. പിന്നീട് ആ വീട്ടിലേക്കാണ് പ്രതിയെ കൊണ്ടുപോയത്. അതിനുശേഷമാണ് ലക്ഷ്മിയെ കൊലപ്പെടുത്തിയത്, അതായത് സുധാകരൻ്റെ അമ്മയെ കൊലപ്പെടുത്തിയ വീടിന് സമീപത്തേക്ക് പോയതും പിന്നീട് ഈ പാടത്തേക്കാണ് അന്വേഷണ സംഘം ഇറങ്ങിയത്. അന്വേഷണ സംഘത്തിന് ഒരു വ്യക്തത കുറവുണ്ടായിരുന്നത് ആ ഘട്ടത്തിൽ മാത്രമാണ് വിജയകുമാർ. അതായത് കുറ്റകൃത്യം നടത്തിയതിനു ശേഷം പ്രതി ഓടി രക്ഷപ്പെട്ട പാത, അതുമാത്രമല്ല പ്രതി തങ്ങിയ ഇടങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ വലിയ അവ്യക്തത പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അത് ദൂരീകരിക്കാൻ വേണ്ടിയാണ് ആ പാടത്തിൽ, അതായത് ഒളിച്ചിരുന്ന സ്ഥലത്തേക്കാൾ പോലീസിന് അറിയേണ്ടത് എങ്ങനെ അവിടേക്ക് എത്തി എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ കൃത്യം നടത്തിയ ശേഷം പ്രതി ഓടി രക്ഷപ്പെട്ട പാടത്തിലൂടെ പ്രതിയെയും കൊണ്ട് ഒരിക്കൽ കൂടി ഒരു പുനരാവിഷ്കരണം പോലീസ് നടത്തുന്നു. ജില്ലാ പോലീസ് മേധാവി എന്നെ നിർദ്ദേശിച്ചിരുന്നു ഇതിൻ്റെ ഒരു പുനരാവിഷ്കരണമാണ് വേണ്ടത്. അങ്ങനെയെങ്കിൽ മാത്രമേ കൃത്യമായ വിവരങ്ങൾ, കൃത്യമായ സ്ഥലങ്ങൾ, കൃത്യമായി പ്രതി മാറി നിന്ന ഇടങ്ങൾ ഇതൊക്കെ ലഭ്യമാവുകയുള്ളൂ എന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശമായിരുന്നു. ഇതേ തുടർന്നാണ് അത്തരത്തിലുള്ള ഒരു തെളിവെടുപ്പ് നടത്തിയത്. ഇതിൽ പ്രധാനമായും സംഭവിച്ചത് പ്രതി നന്നായി തെളിവെടുപ്പിനോട് സഹകരിച്ചു എന്നുള്ളതാണ്. മാധ്യമങ്ങളുടെ അടക്കം പരിഹസിച്ചുകൊണ്ട് വളരെ കൃത്യമായിക്കൊണ്ട് പ്രതി തെളിവെടുപ്പിനോട് സഹകരിച്ചതുകൊണ്ട് വളരെ വേഗത്തിൽ ഈ നടപടികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. 2 മണിക്കൂർ പോലീസ് പ്രതീക്ഷിച്ചിരുന്നിടത്തുനിന്ന് ഏതാണ്ട് 45 മിനിറ്റ് കൊണ്ട് നടപടികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട. നിഖിൽ, എന്തായാലും ആ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സീൻ റീക്രിയേറ്റ് ചെയ്തു അന്വേഷണത്തിന്റെ ഭാഗമായി എന്ന് ഡിവൈഎസ്പി തന്നെ വ്യക്തമാക്കുകയും ചെയ്തു.